നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് എംഎസ് കോളേജിൽ എംഎസ്എഫിന്റെ തോൽവിയെ ചൊല്ലി വിവാദം കത്തുന്നു. കെഎസ്യു എസ്എഫ്ഐക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാനാവില്ലെന്നും നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. എസ്എഫ്ഐ വിജയിച്ചത് എംഎസ്എഫ് വോട്ട് ചെയ്താണെന്ന് കെഎസ്യു കോളേജ് യൂണിറ്റ് കമ്മിറ്റി. എസ്എഫ്ഐ ജയിക്കാനുണ്ടായ സാഹചര്യത്തിൽ കെഎസ്യു യൂണിറ്റിനോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾക്കോ പങ്കില്ലെന്ന് നേതാക്കൾ. വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനേഷിനെ ക്രൂരമായി ആക്രമിച്ച സംഭവം. 3 ഡിവൈഎഫ്ഐ നേതാക്കൾ അറസ്റ്റിൽ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ വിനേഷിന്റെ നില ഗുരുതരമായി തുടരുന്നു. വാണിയംകുളത്തെ അക്രമത്തിൽ പ്രതികളെ തള്ളി CPM. കേസിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ. പാർട്ടി കുടുംബത്തോടൊപ്പം. അക്രമം ക്രിമിനലിസം എന്ന മുൻ MLA PK ശശി ആശുപത്രിയിൽ വിനേഷിനെ സന്ദർശിച്ചു. ശബരിമലയിൽ നിന്ന് ചെമ്പുകാച്ചി സ്വർണം എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നപുംസക പ്രയോഗം നടത്തിയ സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കോൺഗ്രസ് പ്രതിഷേധം. സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. ഖാദർലി ക്ലബിന് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ ഇത്തവണ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം വിട്ടു നൽകില്ല. സ്റ്റേഡിയം പ്രീമിയർ ക്ലബിന് അനുവദിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ P. ഷാജി. നഗരസഭാ ചെയർമാന്റെ നടപടി ഏകപക്ഷീയമെന്ന് ഖാദർലി ക്ലബ്ബ് സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചിരി ഫാറൂഖ്. മലപ്പുറം പാണ്ടിക്കാട് വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡ് തടഞ്ഞ് വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ പിന്മാറി. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ KSU SFIക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനാകില്ലെന്നും നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കൃപേഷ്, ശരത് ലാൽ, ഷുവൈബ് എന്നിവരുടെ ഘാതകരുമായി ഒരു ഘട്ടത്തിലും സഖ്യമുണ്ടാക്കില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസുമായി ചർച്ച ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ അറിവോടെയല്ല SFIക്ക് വോട്ട് നൽകിയിട്ടുള്ളത്. പാർട്ടിക്കും KSUവിനും ചീത്തപ്പേരുണ്ടാക്കിയ നടപടി വെച്ചു പൊറുപ്പിക്കില്ല. ഇന്നലെ വൈകുന്നേരത്തെ 6 മണിക്ക് ശേഷം സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വല്ലാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ് ഇതിനകത്ത് എന്തോ ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ വല്ലാത്ത തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി. ആ സമയത്ത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം അതല്ലെങ്കിൽ UDFന്റെ ഐക്യം തകർക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഈ സ്പീക്കിംഗ് നടത്തിയത്. ഇന്നലെ MES കള്ളിക്കോളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് KSUവിന് 11 സീറ്റ് കിട്ടി, 36 സീറ്റ് MSFന് കിട്ടി, 30 സീറ്റ് SFIക്ക് കിട്ടി, ഫ്രറ്റേണിറ്റിക്ക് 3 സീറ്റ് കിട്ടി. പക്ഷേ യൂണിയൻ കൊണ്ടുപോയത് SFI ആണെന്ന് പറഞ്ഞു. അവിടെ KSUവിൻ്റെ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ KSU കമ്മിറ്റി ഏതെങ്കിലും തരത്തിൽ SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് അംഗീകരിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരിക്കില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന വിഷയങ്ങൾ ഞങ്ങൾ കേട്ടു. യൂത്ത് കോൺഗ്രസ് ഇതിൽ തീരുമാനമെടുക്കാൻ പോയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അങ്ങനത്തെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ഒരാളെയും അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അലയൻസ് ഉണ്ടാക്കണമെന്നോ SFIയുടെ അടുത്തേക്ക് പോകണമെന്നോ ഒന്നും പറയാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ സ്വാഭാവികമാണ്, SFIക്ക് അനുകൂലമായിട്ട് നിന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ, അത്തരത്തിൽ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ കൃപേഷിനെയും ശരത് ലാലിനെയും ഷുഹൈബിനെയും വെട്ടിക്കൊന്ന CPM എന്ന് പറയുന്ന സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയുമായി ഒരു തരത്തിലും ഒരലയൻസിനും പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ തയ്യാറാവാൻ പാടില്ല. മാത്രമല്ല, ഈ സംഘടനയിൽപ്പെട്ട ആളുകളാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി പ്രസിഡന്റ് പ്രിയപ്പെട്ട കുമരമ്പത്തൂരിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന നൗഫൽ തങ്ങളെ അട്ടപ്പാടിയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് തല്ലിയത്. അത്തരം തല്ലിയ ആളുകളോട് ഏതർത്ഥത്തിൽ അലയൻസിന് പോയാലും ആ അലയൻസിനെ അംഗീകരിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി തയ്യാറല്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് 1 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാം. UDFനകത്ത് അനൈക്യമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ അലയൻസ് ആക്കാൻ SFI വോട്ട് കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിനകത്തോ യൂത്ത് കോൺഗ്രസിനകത്തോ KSUവിനകത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഇന്ന് രാവിലെ ബന്ധപ്പെട്ടിരുന്നു. KSUവിൻ്റെ നിലവിലുള്ള യൂണിറ്റ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് ആ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തതായി ജില്ലാ കമ്മിറ്റി അറിയിച്ചു.
ഇനി അവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കൂടി KSUവിന്റെ ജില്ലാ കമ്മിറ്റി പോകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. SFIക്ക് ലഭിച്ച വോട്ട് പാറ്റേൺ നോക്കുമ്പോൾ KSUവിന്റെ വോട്ട് ചോർന്നുവെന്നാണ് കാണുന്നത്. ഇതിന് നടപടി നേരിടേണ്ടി വരും. 11 ക്ലാസ് പ്രതിനിധികളെ ലഭിച്ച KSU MSFുമായി സഖ്യത്തിലാകുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ വേണമായിരുന്നു. അതുണ്ടായില്ല. യൂത്ത് കോൺഗ്രസുമായോ പാർട്ടിയുമായോ കൂടിയാലോചനയില്ലാതെയാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ക്യാമ്പസിൽ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏതെങ്കിലും പാർട്ടി അംഗത്തിന് ഔദ്യോഗികമായി നൽകിയതായി അറിയില്ല. ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന രീതി ഇനി അനുവദിക്കില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരമൊരു നീക്കം നടത്തിയത് വലിയ നാണക്കേടാണ് പാർട്ടിക്കുണ്ടാക്കിയത്. ഇക്കാര്യം പാർട്ടി ഗൗരവമായി പരിശോധിക്കണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാൽകുറിശി, നിയോജകമണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, സെക്രട്ടറി അസീസ് കാര, ടിജോ പി ജോസ്, മിഥു, രമേശ് ഗുപ്ത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ SFI വിജയിച്ചത് MSF വോട്ട് ചെയ്താണെന്ന് KSU കോളേജ് യൂണിറ്റ് കമ്മിറ്റി. UDF നേതൃത്വം നൽകിയ നിർദ്ദേശം അനുസരിച്ച് UDSFയാണ് ജനറൽ സീറ്റിലേക്ക് മത്സരിച്ചതെന്നും എന്നാൽ MSF കാലുവാരിയെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജനറൽ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നതുവരെ KSUവും MSFും തമ്മിൽ സീറ്റ് ധാരണയിലെത്തിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഒരു UUC ചെയർമാൻ, ജനറൽ സെക്രട്ടറി സീറ്റുകളാണ് KSU ചോദിച്ചിരുന്നത്. ഇത് നൽകാൻ MSF തയ്യാറായില്ല. മുന്നണി മര്യാദ പാലിച്ചും നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചും ഒരു UUC സീറ്റിൽ മാത്രം മത്സരിക്കാനും മറ്റ് സീറ്റുകളിൽ MSF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ച് KSUവിന്റെ UUC സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷാമിൽ മത്സരിക്കുകയും ചെയ്തു. എന്നാൽ വോട്ട് എണ്ണിയപ്പോൾ ഷാമിലിന് KSUവിന്റെ 11 വോട്ട് മാത്രമാണ് ലഭിച്ചത്. രണ്ടാമത്തെ UUC സീറ്റിൽ MSFന്റെ ഫാത്തിമ ഫിദയ്ക്ക് 44 വോട്ട് ലഭിക്കുകയും ചെയ്തു. MSFനുള്ളിലെ വിഭാഗീയതയാണ് SFIക്ക് വിജയമൊരുക്കിയത്. ഇത് KSUവിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വസ്തുത മനസ്സിലാക്കാതെയാണ് സമൂഹ മാധ്യമങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ പോലും പ്രതികരിക്കുന്നത്. തങ്ങളുടെ കമ്മിറ്റിയെ അന്വേഷണ വിധേയമായി ജില്ലാ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചിട്ടുണ്ട്. കമ്മീഷന് മുൻപിൽ വസ്തുതകൾ ബോധ്യപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഗ്രൂപ്പിസത്തിന്റെ പേരിൽ അവരുടെ ഈ കാര്യത്തിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൃത്യമായിട്ട് അവിടെ കൂടിയ ആളുകൾക്കിടയിൽ കൃത്യമായി ഞങ്ങളോട് നിർദ്ദേശിച്ചത് UDFന്റെ സംവിധാനം എങ്ങനെയാണ് പറയേണ്ടത്, MSFുമായി സഖ്യം ചേരണം. ഇത് 1 മണിക്കൂർ കൊണ്ടുണ്ടാവും. അവിടെ ഞാൻ സെപ്പറേറ്റ് ആയി മനസ്സിലാക്കി, 1 മണിക്കൂർ കൊണ്ടുണ്ടാവുന്ന സംഗതിയല്ലല്ലോ. MSFുമായി സഖ്യം ചേരണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അനുസരിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി MSFുമായി സഖ്യം ചേരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അവർ പറയുമ്പോൾ അതല്ല രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരാണെന്ന്, അങ്ങനെ നമ്മൾ സഖ്യം ചേരണമെന്ന് പറഞ്ഞ ആളുകളെ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരെന്നും രാഷ്ട്രീയ വ്യഭിചാരികളെന്നും പറയുമ്പോൾ അത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് തൽക്കാലം തയ്യാറല്ല, പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരം ആളുകൾക്കെതിരെയുള്ള വ്യക്തിഹത്യ നടത്തുന്ന ആളുകളും നേരത്തെ ഇവിടെ വന്ന ആളുകളും ക്യാമ്പസിലെ കോളേജ് യൂണിറ്റ് തെരഞ്ഞെടുപ്പുമായി ഒരു സഹകരണവും ഞങ്ങളുമായി നടത്തിയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലും ഈ പറയുന്ന ആളുകളൊക്കെ സഹായിച്ചത് കൊണ്ടാണ് നല്ല രീതിയിൽ അവിടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൻ്റെ അകത്ത് MSFന് എത്ര സീറ്റ് കിട്ടിയിരിക്കണോ, ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് ടോസിനാ പോയത്, അവരുടെ പല വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടില്ല. നോട്ടൊക്കെ പോയ വോട്ടുണ്ട്, ഇൻവാലിഡ് ആയ വോട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വോട്ട് അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഉറപ്പിച്ച് പറയും. UUC പോസ്റ്റിൽ SFIയെ വിജയിപ്പിച്ചത് MSF ആണ്. കൃത്യമായി ഞങ്ങൾ പറയുന്നു, SFIയെ UUC പോസ്റ്റിൽ വിജയിപ്പിച്ചത് ധാരണ തെറ്റിച്ചുകൊണ്ട് MSF ആണ്. അത് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം. ആ തെറ്റിദ്ധാരണകൾ മാറ്റി കൃത്യമായി ഞങ്ങൾ UDFന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചിട്ട് UDFന്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഇപ്പോൾ ഈ പോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 2 മണിക്ക് ശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. യൂണിറ്റ് പ്രസിഡന്റ് SS അഖില, UUC സ്ഥാനാർത്ഥി K ഷാമിൽ, വർക്കിംഗ് പ്രസിഡന്റ് BK വിവേക്, അസോസിയേഷൻ സെക്രട്ടറി ഹന്നത്ത് ബാനു, H ഷമ്മാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് MES കല്ലടി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ജയിക്കാനുണ്ടായ സാഹചര്യത്തിൽ മണ്ണാർക്കാട് KSU യൂണിറ്റിനോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾക്കോ പങ്കില്ലെന്ന് നേതാക്കൾ. UDF നേതാക്കളുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച KSU MES കോളേജ് യൂണിറ്റിനെ സസ്പെൻഡ് ചെയ്ത ജില്ലാ കമ്മിറ്റി നടപടി അംഗീകരിക്കുന്നുവെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷവും കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതൃത്വവും MSF KSU നേതൃത്വവും നടത്തിയ ചർച്ചയിൽ UDSFI മത്സരിക്കാൻ ധാരണയാകുകയും ചെയ്തു. എന്നാൽ സീറ്റ് ധാരണയിലെത്താൻ കഴിഞ്ഞില്ല.
ഇതിന്റെ ഭാഗമായി KSU കോളേജ് യൂണിറ്റ് സ്വന്തം നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് നടപടി. ഒരു ഘട്ടത്തിലും SFIയുമായി ഒരു നീക്കുപോക്കും നടത്തില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലും സഹകരിക്കാത്തവരാണ് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ വാർത്താ സമ്മേളനം നടത്തിയതെന്നും KSU നേതാക്കൾ പറഞ്ഞു. ഒരിക്കലും നമ്മൾ സംഭവിക്കാത്ത രീതിയിലാണ് അവിടുത്തെ ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെ യൂണിറ്റ് കമ്മിറ്റി അതിൽ ഭാരവാഹിത്വമായിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥാനത്തിരിക്കുന്ന കമ്മിറ്റി നമ്മൾ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അലയൻസ് ചർച്ചയുടെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ കഴിഞ്ഞു, ക്ലാസ് ഇലക്ഷൻ കഴിഞ്ഞു. 83 ക്ലാസ്സാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 36 എണ്ണം MSFനും 33 എണ്ണം SFIക്കും 11 KSUവിനും 3 ഫ്രറ്റേണിറ്റിക്കും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ ആയി പറഞ്ഞ് 12:30 ഞങ്ങൾ UDFന്റെ നേതൃത്വം, അതായത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രസിഡന്റായിട്ടുള്ള അസീസ് മാഷിന്റെയും ഗിരീഷായിട്ടും തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ ആഷിഖ് ബറോഡം ഉൾപ്പെടെയുള്ള നേതാക്കളും KSUവിന്റെ നിയോജകമണ്ഡല ഭാരവാഹികളുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അലയൻസ് ചർച്ചയ്ക്ക് കയറി. അവിടെ റഷീദ് അലായനെ തുടങ്ങിയിട്ടുള്ള മണ്ഡല ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളും MSFന്റെയും യൂത്ത് ലീഗിന്റെയും ഭാരവാഹികൾ ഉണ്ടായിരുന്നു. തികച്ചും അവിടുത്തെ ചർച്ച നടന്നത് എന്ന് പറഞ്ഞാൽ അവര് 2 ജനറൽ സീറ്റിൽ തരാമെന്നാണ് നമ്മളോട് ഏറ്റിട്ടുണ്ടായിരുന്നത്. ചെറിയ 2 സീറ്റുകൾ തരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയർമാനും UUCയുമായിരുന്നു അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തുനിന്നുള്ള കമ്മിറ്റിയാണ് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഇത് നടക്കില്ല എന്നുള്ള രീതിയിൽ MSF വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ UUC ജനറൽ സെക്രട്ടറി, വൈസ് ചെയർപേഴ്സൺ എന്നുള്ള 3 പോസ്റ്റുകളിലേക്ക് ഞങ്ങൾ ചോദിച്ചു വെച്ച സാധനം ഒരു 1:58 വരെ, ഏകദേശം 2 മണിയോട് അടുക്കുന്നത് വരെ ഇവരാരും മറുപടി തന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റഷീദ് ഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇതില് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പത്തിന് കുട്ടികൾ ഉള്ളിൽ കയറാൻ സാഹചര്യം ഉണ്ടായത്. അപ്പൊ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ അവര് ഈ അവസാന സമയത്തും പിന്നെ എന്തൊക്കെ വന്നാലും MESലെ 10 ലാസ്റ്റ് നടന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, KSU MSF എങ്ങനെ പോയതെന്ന്. അപ്പൊ ഈ കുട്ടികൾ ഈ ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോയതിൽ MESന്റെ ഉള്ളിലത്തെ കുട്ടികൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാരണങ്ങൾ കൊണ്ടും നമ്മൾ പരമാവധി മണ്ണാർക്കാട് നിയോജകമണ്ഡലം KSU കമ്മിറ്റി ആയിക്കോട്ടെ, ജില്ലാ KSU കമ്മിറ്റി ആയിക്കോട്ടെ, എല്ലാവരും പരമാവധി ഈ ഒരു തീരുമാനത്തിലേക്ക് അംഗീകരിപ്പിക്കാൻ നോക്കി. പക്ഷെ അവരെയും കൊണ്ട് നടക്കുകയും ചെയ്യില്ല. ആ സമയത്ത് ഈ ഒരു ജനറൽ ഇലക്ഷനിലേക്ക് കയറേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ KSUവിന്റെ ഇതായിട്ടുള്ള രീതിയിലുള്ള ഒരു കടുംപിടുത്തവും മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ പുറത്തുനിന്നുള്ള KSU ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഇങ്ങനെ ഒരു കടുംപിടുത്തം ഉണ്ടായിട്ടില്ല. SFIന് യൂണിയനിക്ക് കയറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങളായിട്ട് എത്തിച്ചേർന്നിട്ടില്ല. UDFൽ ഭിന്നിപ്പുണ്ടാക്കാൻ താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത പറഞ്ഞു. എന്നാൽ അത് ആദ്യഘട്ടത്തിൽ MSFന് UUC നൽകാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുകയുണ്ടായി. MSFന് UUC 2 UUC അവർക്ക് തന്നെ വേണം എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് വീണ്ടും ഞങ്ങൾ ചർച്ചകൾ പുരോഗമിച്ച് കഴിഞ്ഞപ്പോൾ ഒരു UUC അതുപോലെ തന്നെ മറ്റേ നമ്മൾ ആവശ്യപ്പെട്ട ജനറൽ സെക്രട്ടറി തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നിലയ്ക്ക് വീണ്ടും 2 ചർച്ച വന്നു. ലാസ്റ്റ് ഇത് സമയം പോയി ലാസ്റ്റ് 1:50 ശേഷം 1:55 ശേഷമാണ് എന്താ പറയുന്നത്, ഇനി വേണമെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഒരു UUCയും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ സെക്രട്ടറിക്കും KSU വേണമെങ്കിൽ KSUവിന് നോമിനേഷൻ കൊടുക്കാം. അതിനുശേഷം തിരിച്ചുള്ളത് MSFന് വേണ്ടി നമ്മൾ ആ ഒരു തീരുമാനമാണ് കോളേജിനകത്തേക്ക് നമ്മൾ പറഞ്ഞ തീരുമാനം. ആ തീരുമാനമാണ് കോളേജിനകത്ത് യൂണിറ്റ് കമ്മിറ്റിക്ക് അവരുടെ ആളുകൾക്ക് ആ സമയത്ത് നമുക്കിത് എപ്പോഴാണോ സമയം ആ തീരുമാനം നമ്മൾ പറഞ്ഞു. ആ തീരുമാനം MSFകാർ അംഗീകരിച്ചിട്ടില്ലേ എന്നുള്ളതിനെ കുറിച്ച് MSF ആണ് അതിന്റെ മറുപടി പറയേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ബന്ധപ്പെട്ട എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ യൂണിറ്റ് കമ്മിറ്റിയും ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കളായ ഷമി മക്കര, PA അർഷാദ്, റിൻഷാൽ കുമരമ്പത്തൂർ, മുന്ന ഷഹബാസ്, VK വദൂദ്, ഗിരീഷ് ഗുപ്ത, ആഷിഖ് ബറോഡൻ, ഹാരിസ് തത്തങ്ങലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. MES കോളേജിൽ ഉൾപ്പെടെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ കോളേജുകളിൽ MSFന് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് അലായൻ. ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയുടെ സഹായം നേടിയാണ് SFI MESൽ സീറ്റുകൾ കരസ്ഥമാക്കിയതെന്നും റഷീദ് അലായൻ പറഞ്ഞു. ഫ്രറ്റേണിറ്റിക്ക് ജനറൽ സീറ്റ് SFI ഒരുക്കിക്കൊടുത്തു. ഇതിലൂടെ വ്യക്തമാകുന്നത് CPM ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആലനല്ലൂരിൽ പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ എല്ലാ കലാലയങ്ങളിലും MSF കൃത്യമായും ശക്തി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് MES കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി 36 സീറ്റ് നേടാൻ MSFന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ വലിയ അംഗീകാരമാണ് MSFന് നിലനിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നജാത്തിലും യൂണിവേഴ്സിലുമൊക്കെ കൃത്യമായി ശക്തി തെളിയിക്കാനും
നജാത്തിലെ ഭരണം നിലനിർത്താനും ഒക്കെ MSFന് സാധിച്ചിട്ടുണ്ട്. CPIMൻ്റെ ജില്ലാ നേതൃത്വവും DYFIയുടെ സംസ്ഥാന നേതാക്കളും SFIയുടെ സംസ്ഥാന നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സഹായം നേടാൻ വേണ്ടി ചർച്ച നടത്തി സഹായം നേടിക്കൊണ്ടാണ് കോളേജ് ഇലക്ഷനിൽ സീറ്റുകൾ കരസ്ഥമാക്കിയത് എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ജനറൽ സീറ്റ് നൽകുന്നതും SFI ആണ്. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ ജമാഅത്തെ ബന്ധം ആരോപിക്കുന്ന അവരെ മതരാഷ്ട്രവാദികളാണെന്ന് ഞങ്ങളല്ല, അത് പറയുന്ന CPIMൻ്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ CPM കൃത്യമായും അഭിപ്രായം പറയണം എന്നാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് നിയോജക മണ്ഡലത്തിൽ പറയാനുള്ളത്. വാണിയംകുളത്ത് DYFI മുൻ നേതാവിനെ ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. DYFI നേതാക്കളായ MH ഹാരിസ്, K സുർജിത്ത്, കിരൺ എന്നിവരാണ് പിടിയിലായത്. വിനേഷിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട് നിന്നാണ് 3 പേരും പിടിയിലായത്. CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗവുമായ AH ഹാരിസ്, DYFI കൂനത്തറ മേഖലാ ഭാരവാഹികളായ K സുർജിത്ത്, കിരൺ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയാണ് ബൈക്കിൽ പോവുകയായിരുന്ന വിനേഷിനെ ആദ്യം വാണിയംകുളത്ത് വെച്ചും പിന്നീട് പനയൂര് വെച്ചും ക്രൂരമായി ആക്രമിച്ചത്. ഇതിനുശേഷം വീടിന് സമീപം കൊണ്ടുപോയി ഉപേക്ഷിച്ചെന്നാണ് പരാതി. അതേസമയം വിനേഷിന്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നതായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ ബിജു C ജോസ് അറിയിച്ചു. നമ്മൾ വരുമ്പോൾ ആള് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു. CT സ്കാൻ ചെയ്തു. വലിയൊരു സബ്ഡ്യൂറൽ ഹെമറ്റോമ വിത്ത് മിഡ് ലൈൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെയിനിൽ വലിയ ബ്ലീഡിംഗ് ആണ്, രക്തസ്രാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബ്രെയിൻ നല്ല കംപ്രസ്ഡ് ആയിരുന്നു. പേഷ്യൻറ്റ് അത് കാരണം അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ CT സ്കാൻ ചെയ്തതിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ക്രേനിയോട്ടമി ചെയ്തു. പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഹീസിന് ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഒരു 14 hours പിടിക്കും നമ്മൾ ഒരു കറക്റ്റ് ഒരു സ്ഥിതി പറയുകയും. അറ്റ് പ്രസന്റ് ആണ് വെന്റിലേറ്ററി സപ്പോർട്ടിലാണ്. മെഡിക്കേഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പേഷ്യൻ്റ് വന്നപ്പോൾ തന്നെ വളരെ മോശമായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ കാഷ്വാലിറ്റിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. പിന്നെയാണ് CT സ്കാൻ ചെയ്തത്. അപ്പോൾ വളരെ മോശമായ പേഷ്യൻസിനാണ് നമ്മൾ അപ്പോൾ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെന്റിലേറ്ററിൽ സ്കാൻ ചെയ്തിട്ട് ഇത്ര വലിയ ബ്ലീഡിങ് ഉള്ള കാരണം നമ്മൾ ഉടനെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഹെഡ് ഇഞ്ചുറി ഇത്ര സിവിയർ ആണെങ്കിൽ പെട്ടെന്ന് പേഷ്യൻറ്റ് കോൺഷ്യസ് ആവില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം. DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിനേഷ് കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. വാണിയംകുളത്ത് DYFI മുൻ നേതാവ് വിനേഷിനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ പ്രതികളെ തള്ളി CPM. കേസിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികളെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും അക്രമം കടന്ന കൈയായി പോയെന്നും അജയ്കുമാർ പറഞ്ഞു. വിനേഷിന് മികച്ച ചികിത്സ നൽകുമെന്നും പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് പറയുന്ന ഭാഷ്യം, അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളിൽ വന്ന ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം അതിക്രമങ്ങൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ വാട്സപ്പ്, ഇതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും അതിക്രമങ്ങളും ആക്ഷേപങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. പക്ഷേ ഇതിലേശം കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിക്കില്ല. ഞങ്ങൾ പൂർണ്ണമായും ആക്രമണത്തിന് വിധേയനായ വിനീഷിനൊപ്പമായിരുന്നു, ആ കുടുംബത്തോടൊപ്പമായിരുന്നു. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ഇപ്പോൾ CPM പ്രവർത്തകർ തന്നെ ആശുപത്രിയിൽ ഇന്നലെ ഈ സംഭവം ഞാൻ കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് മുതൽ ഈ നിമിഷം ഞാൻ സംസാരിക്കുന്നത് വരെയും 2 ദിവസമായി ആശുപത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം CPMൻ്റെ നേതാക്കളും പ്രവർത്തകരും ഉണ്ട്. CPM ആണ് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ആക്രമണത്തിന് വിധേയരായ ആളുകളുടെ കുടുംബത്തോടൊപ്പമായിരുന്നു. അതിന് പിന്നെ ശക്തമായ നടപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. ഒരിക്കലും CPM ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഈ അതിക്രമങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് തന്നെ ശക്തമായുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അല്ല, ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ അവർ രക്ഷിതാക്കൾ ചെയ്യുമ്പോൾ ഞങ്ങളെ ഇപ്പോൾ അവർ രക്ഷിതാക്കളുണ്ട്, പല പാർട്ടിക്കാരനെയാണ്. അവർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചിലരുടെ മക്കളുണ്ട്, ചിലരുടെ മരുമക്കളുണ്ട്, അവരൊക്കെ പാർട്ടിയിൽ ബന്ധപ്പെട്ടുള്ളതാണ്. അതാണ് ഞങ്ങളെ അത്യധികം ദുഃഖിതരാക്കുന്നത്. വിനീഷിൻ്റെ കുടുംബവും ഞങ്ങളുടെ പാർട്ടിയാണ്, ഇവരും ഞങ്ങളുടെ പാർട്ടിയാണ്. അപ്പോൾ അത് അവരെപ്പോലെ തന്നെ ഞങ്ങൾ അതീവ ദുഃഖിതരാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ ഇത്ര സംഭവം ഇതിനു മുമ്പ് ഒറ്റപ്പാലത്തുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഒരു കാരണവശാലും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന നടപടി സ്വീകരിക്കില്ല. കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും ആവശ്യമായ എല്ലാ സഹായം ഞങ്ങൾ ചെയ്യും. അത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരാണ് അവിടുന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എവിടെയാണ് അദ്ദേഹത്തിന് പിന്നെ നല്ല ചികിത്സ കിട്ടുമെങ്കിൽ ആ ചികിത്സ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ ഇത് ഉത്തരവാദികളായ ആളുകൾ നടപടി സ്വീകരിക്കും. അല്ല, അങ്ങനെ വിനീഷ് പാർട്ടിക്കെതിരായ എന്തെങ്കിലും പോസ്റ്റുകൾ ഇട്ടായിട്ടുള്ള വിവരം ആരും ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ ഈ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാവാം. ആ ഗ്രൂപ്പുകളൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു പ്രധാനപ്പെട്ട ഒറ്റപ്പാല ഏരിയയിലെ വല്ല ഗ്രൂപ്പുകളോ പാർട്ടി ഗ്രൂപ്പുകളോ മറ്റൊക്കെ ആണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ആരും ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചില പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാനത് അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയിട്ടില്ല. ഇത്തരം സമയത്തൊന്നും പരിശോധിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, ലോക്കൽ കമ്മിറ്റിക്ക് ഇത് പരിഹരിക്കുന്നതിന് വീഴ്ച സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടോ? ലോക്കൽ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പ്രാദേശിക ആരുടെയും ശ്രദ്ധയിൽ ഇത്രയും സീരിയസ് ആയിട്ട് കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ പല രൂപത്തിലുള്ള പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നു. അപ്പോൾ ചില പോസ്റ്റുകൾ ഇൻസ്റ്റ ഒക്കെ ആണെങ്കിൽ ആരാണ് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽ എവിടെയും വന്നിട്ടില്ല. ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ വരണ്ടാണ്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി വാണിയംകുളം കമ്മിറ്റിയിൽ പങ്കെടുക്കാറുണ്ട്. ഞാനുൾപ്പെടെ പങ്കെടുക്കാറുണ്ട്. ഏരിയ സെക്രട്ടറി സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. അതിനു മുമ്പ് ജില്ലാ സെക്രട്ടറി എമ്മാറുമുടി പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും മാറി പങ്കെടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് വാണിയംകുളത്ത്. അവിടെ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നതായി കണ്ടിട്ടില്ല. വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിനെതിരായ അക്രമം ക്രിമിനലിസമെന്ന മുൻ MLA-യും KTDC ചെയർമാനുമായ PK ശശി ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് നടന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും ഇത്തരം ക്രിമിനൽ പ്രവണതകളെ ആരും അംഗീകരിക്കാനോ നീതീകരിക്കാനോ പാടില്ലെന്നും PK ശശി പറഞ്ഞു. ആശുപത്രിയിൽ വിനേഷിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കുടുംബമാകെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന കുടുംബമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വിനേഷ് പാർട്ടിയുടെ CPM-ൻ്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഇപ്പോഴുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എന്തായാലും ഈ സംഭവം, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സംഭവമാണ് ഇവിടെ നടന്നത്. ഇത് ക്രിമിനലിസമാണ്. ഇത്തരം ക്രിമിനൽ പ്രവണതകളെ ഒരു കാരണവശാലും ആരും അംഗീകരിക്കാൻ പാടില്ല, നീതീകരിക്കാനും പാടില്ല. നീതീകരിക്കത്തക്കതല്ല ഇത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലപാട് പോലീസ് സ്വീകരിക്കുകയും ചെയ്യണം. ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കണം. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ICU-നകത്താണ് അയാളുള്ളത്, വിനേഷ് ഉള്ളത്. ഇവിടെ കുറേ നേരം നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കഴിയുമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നുണ്ട്. വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ സഹോദരനെയും ആ കുടുംബത്തെയും കാണണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ PK ദാസ് ആശുപത്രിയിൽ മതിയായ ചികിത്സ, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള സംവിധാനം ഇവിടെയുണ്ട്. മതിയായ ചികിത്സ വിനേഷിനിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചികിത്സയിൽ
ഞാനിപ്പോൾ സംസാരിച്ചു, ഡോക്ടറുമായിട്ട് സംസാരിച്ചു. പതുക്കെ മാത്രമേ ഒരു റിക്കവറി എന്ന രൂപത്തിലേക്ക് വരാൻ കഴിയൂ. അത്രയും മാരകമായിട്ടുള്ള പരിക്കാണ് തലക്ക് ഏറ്റിട്ടുള്ളത്. പതുക്കെ മാത്രമേ റിക്കവറി സ്റ്റേജിലേക്ക് വരാൻ പറ്റൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. വാണിയംകുളത്ത് വിനേഷ് എന്ന യുവാവിന് നേരെ നടന്ന ആക്രമണം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയംകുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും CPM നേതാക്കളുടെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ശിഹാബുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ശിവപ്രകാശൻ മാസ്റ്റർ, വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമലയിൽ നിന്നും ചെമ്പ് കാച്ചി സ്വർണമെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മകളുടെ വിവാഹത്തിന് നേർച്ച കൊടുത്തതിൽ പോലും രാഷ്ട്രീയം കണ്ട വിഡ്ഢിക്കോമരങ്ങളാണ് ഇടത് വലത് കക്ഷികളെന്നും അദ്ദേഹം ചെത്തല്ലൂരിൽ പറഞ്ഞു. ചെത്തല്ലൂർ സ്കൂൾ പടിയിലെ കലുങ്കു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വരച്ച് ചെമ്പെടുക്കാൻ പറ്റുമെന്നാണ്. അവര് സ്വർണം കാച്ചി ചെമ്പാക്കുന്നവരാണ്. ഒരാളുടെ വീട്ടിൽ നിന്ന് നേർച്ച, ഒരു തേങ്ങ കൊടുക്കാൻ കെൽപ്പുള്ള ഭക്തൻ ഒരു തേങ്ങ കൊടുക്കും. 10 തേങ്ങ കൊടുക്കാൻ കെൽപ്പുള്ളവൻ 10 തേങ്ങ കൊടുക്കും. 100 കൊടുക്കുന്നത്, 1000 കൊടുക്കുന്നതും 10,000 കൊടുക്കുന്നതും കെൽപ്പനുസരിച്ചാണ്, ത്രാണി അനുസരിച്ചാണ്. അതിനാരെങ്കിലും ചുരണ്ടി നോക്കാതെ. ഇനി ഇതിലും വലിയ ത്രാണിയുള്ള ആള് സ്വർണത്തിൽ തേങ്ങ ഉണ്ടാക്കി കൊടുക്കും. അതാ ഭക്തന്റെ ആചാരത്തിന്റെ മര്യാദയാണ്. ആ ആചാരത്തോട് മാത്രം ചേർത്ത് നിർത്തിയാൽ മതി. അതിനകത്ത് രാഷ്ട്രീയം കണ്ട വിഡ്ഢി കോമരങ്ങളാണ് കേരളത്തിലെ 2 രാഷ്ട്രീയ കക്ഷികൾ. അതുകൊണ്ട് എന്താ ഇപ്പൊ രണ്ടും ചെമ്പെണ്ണിക്കൊണ്ടിരിക്കുക. അതങ്ങനെ എണ്ണിക്കൊണ്ടേ. നവോത്ഥാനം ക്ഷേത്രങ്ങളിലല്ല, പൊതുജന ജീവിത സംവിധാനങ്ങളിലാണ് വേണ്ടത്. ഒരു ദേശം, ഒരു തെരഞ്ഞെടുപ്പും ഏകീകൃത സിവിൽ കോഡുമാണ് പ്രധാനമന്ത്രിയുടെ നവോത്ഥാന പ്രവർത്തനം. ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്പലങ്ങളിൽ മാത്രമല്ല വേണ്ടത്, പൊതുജന ജീവിത സംവിധാനങ്ങളിലാണ് നവോത്ഥാനം വരേണ്ടത്. അപ്പൊ ഇലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വരണമെങ്കിൽ രാജ്യത്ത് ഒരു ഇലക്ഷൻ, അതിലൂടെ എല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായാലും നിയമസഭയായാലും ലോക്സഭയായാലും ഒരുമിച്ച് നടക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നവോത്ഥാന ചിന്താഗതി ജനപക്ഷത്തേക്ക് എന്ന നിലയ്ക്ക് തന്നെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബില്ലുകളും വന്നതുപോലെ അതും വരും, അതും പാസ്സാവും. ഇപ്പൊ തൽക്കാലം അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ ബഹുമാനിച്ചിട്ടുണ്ട്, അവര് ആദരിച്ചിട്ടുണ്ട്. പക്ഷെ ജനം ആഗ്രഹിക്കുന്നത് എന്തോ അത് സംഭവിച്ചിരിക്കും. അത് യൂണിഫോം ഏകീകൃത സിവിൽ കോഡായാലും അതും സംഭവിച്ചിരിക്കും. സംസ്ഥാനമൊട്ടാകെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തുന്ന കലുങ്കു ചർച്ചയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ചെത്തല്ലൂർ സ്കൂൾ പടിയിലും നടന്നത്. BJP പാലക്കാട് ജില്ലാ പ്രഭാരി AK അനീഷ്, വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K നിഷാദ്, വൈസ് പ്രസിഡന്റ് സിന്ധു രാമകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി വിജയൻ മലയിൽ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി TP അഖിൽദേവ്, BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം സെക്രട്ടറി K സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് V മുരളി, സെക്രട്ടറി CR രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നപുംസക പ്രയോഗം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. നപുംസക പ്രയോഗത്തിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യത്വ വിരുദ്ധ പരാമർശത്തിലൂടെ പാലക്കാടൻ ജനതയുടെ ആത്മാഭിമാനത്തിനാണ് മുറിവേറ്റത്. ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ഇത്തരം വിവാദ പ്രസ്താവന നടത്തിയതെന്ന വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ BJP തയ്യാറാവണം. അല്ലാത്തപക്ഷം ജനങ്ങൾ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കുന്ന കാലം അതിവിദൂരമല്ലെന്നും A തങ്കപ്പൻ പറഞ്ഞു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ നിന്നും നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ജില്ലാ ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറിമാരായ C ബാലൻ, V രാമചന്ദ്രൻ,
കെ ഭവദാസ്, മനോജ് ചിങ്ങന്നൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, എസ് സേവ്യർ, എസ് എം താഹ, അനിൽ ബാലൻ തുടങ്ങിയവരും മറ്റ് നേതാക്കളും പങ്കെടുത്തു. തുടർന്ന് സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. National Congress Zindabad! National Congress Zindabad! National Congress Zindabad! National Samaram Zindabad! National Samaram Zindabad! National Samaram Zindabad! Samaram Zindabad! National Samaram Zindabad! Kattangane kattatte! Kattangane kattatte! Randan Gobi kattatte! Randan Gobi kattatte! Kattangane kattatte! Kattangane kattatte! National Samaram Zindabad! National Samaram Zindabad! വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡ് KVVSന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. അന്യായമായ പരിശോധനകൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. പ്രതിഷേധം ശക്തമായതോടെ പരിശോധനയിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്തിരിഞ്ഞു. ഈ ഗ്ലാസ് പറ്റും, ഈ ഗ്ലാസ് പറ്റില്ല, നമുക്ക് ഈ ഗ്ലാസ് വെക്കണമെന്നൊരു നിർബന്ധമില്ല. ഈ ഗ്ലാസ് ഇട്ടാൽ മതി. പക്ഷെ എന്താ അറിയോ, ഇത് ആളുകൾ മൊത്തം ഇതുണ്ടാവുമ്പോൾ ആളുകൾ ഇത് വാങ്ങും. അപ്പൊ നമ്മൾ വെക്കാൻ നിർബന്ധിതനാകാം. ഒരു കടക്കാരുടെ പ്രശ്നം അവിടെയാണ്. ആൾക്കാർ വേണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നെ പിസ്കി വാങ്ങുന്ന ആൾക്കാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരനാണ്. കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു പേര് ഇതിനെത്ര 100, മറ്റേതിനെത്ര 150. നമ്മൾ വെക്കാൻ നിർബന്ധമല്ല. നമുക്ക് വല്ല റോഡുണ്ടോ? റോഡ് സൈഡിൽ എത്ര അല്ല, നമ്മൾ നിയമപരമായിട്ട് കച്ചവടം ചെയ്യുന്നത് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. റോഡ് സൈഡിൽ മീൻ വെക്കണോലും മറ്റും ചില്ലറ കച്ചവടക്കാരൊക്കെ സുന്ദരമായിട്ട് കച്ചവടം നടത്തുന്നത് അതിലൊരു പ്രശ്നമല്ല. അവരുടേതായ ഇതിൽ വന്നതാണ്. അല്ല, ഇതിന് വാതിൽ സംവിധാനം അല്ലാതെ എന്താണ് ഇത് ചെയ്യാൻ പറ്റുക? സർക്കാർ ഇങ്ങനെ തീരുമാനം എടുക്കാൻ ഇതിന്റെ മുമ്പ് കൊടുക്കണം. 1.5 ലക്ഷം രൂപന്റെ പ്ലാസ്റ്റിക് വെള്ളിയാഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി പാണ്ടിക്കാടെത്തിയത്. എന്നാൽ ആദ്യ പരിശോധനയ്ക്കായി കയറിയ കടയിൽ പ്രതിഷേധവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രവർത്തകരെത്തി. പരിശോധന വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും അന്യായമായ പരിശോധന അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വ്യാപാരികളുടെ ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർ പരിശോധനയിൽ നിന്ന് പിന്തിരിഞ്ഞു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം പരിശോധനകൾക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെർപ്പശ്ശേരി നഗരസഭാ ഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ജനജാഗ്രതാ യാത്ര തുടങ്ങി. കരുമാനാംകുറിശ്ശിൽ നിന്ന് ആരംഭിച്ച യാത്ര KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും അഴിമതിയും ചെയർമാന്റെ കോറി മാഫിയ കൂട്ടുകെട്ടും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനജാഗ്രതാ യാത്ര നടത്തുന്നത്. 2 ദിവസത്തെ യാത്ര വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കരുമാനാംകുറിശ്ശിൽ നിന്ന് തുടങ്ങി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P അക്ബർ അലിയാണ് ജാഥ ക്യാപ്റ്റൻ. P സുബീഷ് ജാഥ വൈസ് ക്യാപ്റ്റനും KM ഇസാഖ് ജാഥ കോർഡിനേറ്ററുമാണ്. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ജനജാഗ്രതാ യാത്ര ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ കേട്ടതാണ്. അതാണ് അവരുടെ അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് ഈ നഗരസഭയുടെ അഴിമതിയെക്കുറിച്ചൊന്നും ബാക്കി ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ, വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ അക്ബർ അലി ജാതിയുമായി കടന്നു വരുന്നത് ഈ പഞ്ചായത്തിന്റെ നഗരസഭയുടെ ചരിത്രത്തിൽ, ചെർപ്പശ്ശേരിയുടെ ചരിത്രത്തിൽ 5 വർഷം മാത്രം ഭരിക്കാൻ സൗഭാഗ്യം ലഭിച്ചൊരു രാഷ്ട്രീയ കക്ഷി. ആ 5 വർഷത്തിന് ശേഷം പ്രതിപക്ഷത്തിരുന്ന രാഷ്ട്രീയ കക്ഷി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു അന്യായമായ ഒരു കാര്യങ്ങളും പറയാതെ പ്രായോഗികമായി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയുവാനും 5 വർഷക്കാലത്ത് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്തുണ്ടായ അഴിമതി ഉൾപ്പെടെ
വികസന വിരുദ്ധ സമീപനം ഉൾപ്പെടെ ജനവിരുദ്ധ സമീപനം ഉൾപ്പെടെ കെ എം ഇസാഖ് അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വിനോദ് കളത്തൊടി തുടങ്ങിയവരും മറ്റ് നേതാക്കളും പങ്കെടുത്തു. 11 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് മഞ്ചക്കല്ലിൽ യാത്ര സമാപിച്ചു. രണ്ടാം ദിവസം വൈകിട്ട് 3-ന് പന്നിയംകുരിശിൽ നിന്ന് തുടങ്ങുന്ന ജാഥ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രി 7:30-ന് കാർലമണ്ണയിൽ ജാഥ സമാപിക്കും. DCC നിർവാഹക സമിതി അംഗം PP വിനോദ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചെറുപ്പശ്ശേരി മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ P. അക്ബർ അലി നയിക്കുന്ന ജനജാഗ്രത യാത്രയാണ് കടുമാനം കുരിശുകളുടെ മണ്ണിന്റെ പ്രയാണം ആരംഭിച്ച ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആശുപത്രിച്ചാലും അനുബോധിച്ചാലും കോറി മാഫിയ തടയുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് കോറി മാഫിയക്കൊപ്പം കൂട്ടുകച്ചവടം. റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ പിക്കപ്പ് ലോറി ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പാണ്ടിക്കാട് കക്കുളത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് അപകടമുണ്ടായത്. പിക്കപ്പ് ലോറി യാത്രക്കാരൻ കരുവാരക്കുണ്ട് സ്വദേശി അജ്മലിനാണ് പരിക്കേറ്റത്. പാണ്ടിക്കാട് കുമരമ്പത്തൂർ സംസ്ഥാന പാതയിലെ കക്കുളത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് അപകടം. റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ പാണ്ടിക്കാട് ഭാഗത്തു നിന്നെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. പിക്കപ്പ് വാനിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ യാത്രക്കാരനായ കരുവാരക്കുണ്ട് സ്വദേശി അജ്മലിന് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ അജ്മലിനെ ആദ്യം പാണ്ടിക്കാട്ടെയും പിന്നീട് പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ചെർപ്പളശ്ശേരി ഉപജില്ലാ കായികമേളയിൽ 259 പോയിന്റ് നേടി കാട്ടുകുളം HSS ഓവറോൾ ചാമ്പ്യന്മാരായി. 209 പോയിന്റ് നേടിയ ശ്രീകൃഷ്ണപുരം HSS ആണ് 2ാം സ്ഥാനത്ത്. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം P. മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉപജില്ലാ കായികമേള നടന്നത്. മികച്ച പ്രകടനം കണ്ട മേളയിൽ സീനിയർ വിഭാഗത്തിൽ HSS കാട്ടുകുളം 136 പോയിന്റ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ശ്രീകൃഷ്ണപുരം HSSനാണ് 2ാം സ്ഥാനം, 92 പോയിന്റ്. ജൂനിയർ വിഭാഗത്തിൽ 99 പോയിന്റ് നേടി HSS കാട്ടുകുളം 1ാമതും 80 പോയിന്റ് നേടി കരിമ്പുഴ HSS, ശ്രീകൃഷ്ണപുരം HSS എന്നീ വിദ്യാലയങ്ങൾ 2ാമതും എത്തി. സബ് ജൂനിയർ വിഭാഗത്തിൽ കടമ്പഴിപ്പുറം ഹൈസ്കൂൾ 1ാമതും HSS ശ്രീകൃഷ്ണപുരം 2ാമതും എത്തി. UP വിഭാഗത്തിൽ KAUP സ്കൂൾ എളമ്പലാശ്ശേരി 35 പോയിന്റോടെ 1ാം സ്ഥാനം നേടി. 33 പോയിന്റ് നേടിയ ശ്രീകൃഷ്ണപുരം AUP സ്കൂളാണ് 2ാം സ്ഥാനത്ത്. UP കിഡീസ് 1ാം സ്ഥാനത്ത് AUPS ശ്രീകൃഷ്ണപുരവും 2ാം സ്ഥാനത്ത് KAUPS എളമ്പലാശ്ശേരിയുമാണ്. LP വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് ALPS മാങ്ങോട്, 2ാം സ്ഥാനം AMLPS കരിമ്പുഴ. ഹയർ സെക്കൻഡറി ഇല്ലാത്ത സ്കൂളുകളിൽ 1ാമതെത്തിയത് കടമ്പഴിപ്പുറം ഹൈസ്കൂളാണ്. ഉദ്ഘാടന ദിവസം നടന്ന മാർച്ച് പാസ്റ്റിലെ പ്രകടനത്തിന് AUP സ്കൂൾ അഴിയന്നൂർ 1ാം സ്ഥാനം നേടി. ജില്ലാ പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടിയെ ക്ഷണിക്കുകയാണ്. HS കടമ്പഴിപ്പുറം. സ്റ്റേജിൽ LP കിഡീസ് അഗ്രഗേറ്റിന്റെ സമ്മാനമാണ് ALPS മാങ്ങോട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം P. മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ശ്രീലത, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ C. ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ C. നാരായണൻകുട്ടി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ P. സുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർമാരായ അനീഷ് MV, സുരേഷ് ബാബു PK, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E. രാജൻ, ശ്രീകൃഷ്ണപുരം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KA അനിൽകുമാർ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ MP. ഗോപാലകൃഷ്ണൻ, കൺവീനർ ഷാജി P, ധനകാര്യ കമ്മിറ്റി കൺവീനർ CK രജനി, സമഗ്ര ശിക്ഷ കേരള ചെർപ്പശ്ശേരി BPC NP പ്രിയേഷ്, കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാർ എന്നിവർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ഇത്തവണ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം പ്രീമിയർ ക്ലബിന് അനുവദിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ P. ഷാജി പറഞ്ഞു. നെഹ്റു സ്റ്റേഡിയവും മൈതാനവും ആവശ്യപ്പെട്ട് കാദർലി ക്ലബ്ബും പ്രീമിയർ ക്ലബ്ബും രംഗത്ത് വന്നതോടെ ഇരു ക്ലബ്ബുകളുടെയും ഭാരവാഹികളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം കാദർലി ക്ലബ്ബും പ്രീമിയർ ക്ലബ്ബും ഒരേ സമയം ആവശ്യപ്പെട്ടിരുന്നു. 2 ക്ലബ്ബുകൾ മൈതാനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയായിരുന്നു. ഇരു ക്ലബ്ബുകളുടെയും ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നം പരിഹരിക്കാനായിരുന്നു കൗൺസിൽ യോഗ തീരുമാനം. ഇതുപ്രകാരം കാദർലി ക്ലബിൻ്റെയും പ്രീമിയർ ക്ലബിൻ്റെയും ഭാരവാഹികളുടെ യോഗം നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്നു. ഇത്തവണ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കാൻ പ്രീമിയർ ക്ലബിന് നെഹ്റു സ്റ്റേഡിയം അനുവദിക്കുമെന്ന് യോഗശേഷം ചെയർപേഴ്സൺ P. ഷാജി പറഞ്ഞു. സമാനമായ ഈ ആവശ്യം 2022 ഉയർന്നപ്പോൾ ഉണ്ടാക്കിയ ധാരണയും ചെയർപേഴ്സൺ വ്യക്തമാക്കി. പെരിന്തൽമണ്ണയിലെ 2 പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ, അതായത് കാദർലി ക്ലബ്ബും അതേപോലെ തന്നെ പ്രീമിയർ ക്ലബ്ബും
ഇത്തവണത്തെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നെഹ്റു സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് അപേക്ഷ ഇവിടെ സമർപ്പിച്ചിരുന്നു. രണ്ടും ഒരു ഡേറ്റാണ്. അപ്പോൾ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി ആർക്ക് കൊടുക്കണമെന്ന തീരുമാനം. രണ്ട് ക്ലബ്ബും കൂടി ഒരേ ഡേറ്റിൽ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടു. അവർ ആ സമയത്ത് ടീമുകളെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അതായത് ഡിസംബർ 20 മുതൽ ജനുവരി 20 വരെ ടീമുകളെ വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പ്രീമിയർ ക്ലബിനാണ്. ആ ലെറ്ററാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ രണ്ട് ക്ലബ്ബുകളെയും വിളിച്ച് ചർച്ച ചെയ്തു. നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത് ഇത്തവണ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ പ്രീമിയർ ക്ലബിനാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഇത് ഏത് വ്യവസ്ഥയാണ്? അപ്പോൾ കഴിഞ്ഞ 22-ലൊരു ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് എന്തായിരുന്നു എന്ന് പറഞ്ഞു. 22-ല് ഇതേപോലെ തർക്കം വന്നു. ഒരേ സമയത്ത് തന്നെ രണ്ട് ക്ലബ്ബുകൾ അപേക്ഷ സമർപ്പിച്ചു. അന്ന് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയത് ആദ്യം പ്രീമിയർ ക്ലബിനും രണ്ടാമത് പുതിയൊരു ക്ലബ്ബ് കൂടി അന്ന് അപേക്ഷ സമർപ്പിച്ചു. അപ്പോൾ നമ്മൾ ആരെയും ഒഴിവാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് FC പെരിന്തമണ്ണക്ക് രണ്ടാമതും മൂന്നാമത് അത് 2024 ഖാദർ അലി ക്ലബിനും കൊടുക്കാൻ തീരുമാനമായി. അന്നത്തെ സാധ്യത വെച്ചിട്ട് നമ്മൾ കണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സെവൻസ് ഫുട്ബോൾ നടക്കുക. സാധാരണ ഇതിൽ അങ്ങനെ തന്നെയാണ് വരിക. ഡിസംബർ ജനുവരിയിലാണ് വരിക. അപ്പോൾ ഡിസംബറിൽ പുതിയ കൗൺസിലാണ് വരിക. അപ്പോൾ അവർ തീരുമാനിക്കട്ടെ എന്നാണ് അന്നത്തെ തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ രണ്ട് ക്ലബ്ബുകളും അപേക്ഷയുമായിട്ട് വന്നപ്പോൾ പിന്നെ നമുക്ക് തീരുമാനിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ എടുത്തിട്ടുള്ള ധാരണ മാറ്റേണ്ടി വന്നു. കാരണം ഇപ്പോൾ നമ്മളെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത കൗൺസിലിലേക്ക് അത് മാറ്റാൻ പറ്റില്ല. കാരണം ഇവർക്കും തീരുമാനിച്ചു കൊടുക്കണം. ഈ ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ ഒരുപാട് മുൻകരുതലുകളും ഒരുപാട് കാര്യങ്ങളും മുന്നേ കൂട്ടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തീരുമാനം എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടുള്ള ആ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഖാദർ അലി ക്ലബിന് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നടത്താൻ നെഹ്റു സ്റ്റേഡിയം അനുവദിക്കാത്ത നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി ഏകപക്ഷീയവും ഫുട്ബോൾ പ്രേമികളെ നിരാശരാക്കുന്ന തീരുമാനവുമാണെന്ന് ഖാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും ക്ലബ്ബ് സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചിരി ഫാറൂഖ് പറഞ്ഞു. ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 20-ന് ആരംഭിക്കേണ്ട 53ാമത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി രൂപീകരിച്ച് ടീമുകളെ തീരുമാനിച്ച് ഫിക്സർ തയ്യാറാക്കിയത് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ടൂർണമെന്റ് നടത്താൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ മറ്റൊരു ക്ലബിന് നെഹ്റു സ്റ്റേഡിയം അനുവദിച്ചതായാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചത്. തങ്ങൾ നേരത്തെ അപേക്ഷ നൽകിയിട്ടും ഖാദർ അലി ക്ലബിന് മൈതാനം അനുവദിക്കാതെ പ്രീമിയർ ക്ലബിന് മൈതാനം അനുവദിച്ചത് ന്യായീകരിക്കാനാകില്ലെന്നും തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഖാദർ അലി ക്ലബ്ബ് സെക്രട്ടറി പച്ചേരി ഫാറൂഖ് പറഞ്ഞു. നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും പച്ചേരി ഫാറൂഖ് വ്യക്തമാക്കി. ഖാദർ അലി സ്പോർട്സ് ക്ലബിന്റെ 83ാമത് ടൂർണമെന്റ് 2 മാസം മുമ്പ് അപേക്ഷ നഗരസഭയിലും ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെ ഹൈസ്കൂളിൻ്റെ HM ആണ്. 2 മാസം മുമ്പ് കൊടുത്ത അപേക്ഷ അന്നെ പത്രദൃശ്യ വാർത്താ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പരസ്യം വന്നതുമാണ്. ഇപ്പം ഞങ്ങളതിൻ്റെ എല്ലാ സംഘാടക സമിതി രൂപീകരണം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച മുമ്പാണ് പ്രീമിയർ ക്ലബ്ബ് ഇവിടെ അപേക്ഷ കൊടുക്കുന്നത്. ആ 2 ആഴ്ച മുമ്പ് കൊടുത്ത അപേക്ഷയ്ക്ക് ഇന്ന് നഗരസഭ ചെയർമാൻ ഏകപക്ഷീയമായിട്ട് ഈ പെരിന്തൽമണ്ണയിലെ നഗരസഭയിലെ മുഴുവൻ ജനങ്ങളെയും ഒരു എതിർപ്പ് വകവെക്കാതെയാണ് മുഴുവൻ പെരിന്തൽമണ്ണ ഖാദർ അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ഈ ഖാദർ അലി ക്ലബിനെ സ്നേഹിക്കുന്ന നല്ല ഒരു ശതമാനം ആളുകളുണ്ട്. ആ ആളുകൾ ഈ നഗരൻ്റെ മനസ്സ് പോലും എതിർത്തുകൊണ്ടാണ് നഗരസഭാ ചെയർമാൻ ഇന്ന് ഏകപക്ഷീയമായി പ്രീമിയർ ക്ലബിന് ആ ഗ്രൗണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് അവർ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ 50ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടും ഇതേ ഒരവസ്ഥ ഞങ്ങൾക്ക് അന്ന് ഉടലെടുക്കുകയുണ്ടായി. അന്നും ഈ നഗരസഭാ ചെയർമാനും ഭരണസമിതിയും ഖാദർ അലി ക്ലബിന് എതിരായിട്ടുള്ള ഒരു തീരുമാനം അന്നെടുത്തത്. അതിനെ മറികടന്നുകൊണ്ട് 50ാമത് ടൂർണമെന്റ് അതിഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പെരിന്തൽമണ്ണ ഗ്രൗണ്ടിലല്ല എന്നുള്ള ഒരൊറ്റ മാറ്റം മാത്രമേ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. അതേ ഒരു അനുഭവം ഇന്ന് ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ ഗ്രൗണ്ടിൽ കളി നടത്തണം എന്നും ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് കളി നടത്തുക എന്നുള്ളതാണ്. അത് ആ കളി നടത്തിയതിൻ്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത്? ഈ പെരിന്തൽമണ്ണയിലെ സാധാരണക്കാരായ ആളുകൾക്കാണ്. 48 കിഡ്നി രോഗികൾക്ക് മാസാന്തരം 1000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. വേറെ ഒരു ക്ലബ്ബ് ഏത് ക്ലബ്ബാണ് പെരിന്തൽമണ്ണയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർക്ക് പൈസ ഈ സഹായം ചെയ്തു കൊടുക്കണം എന്നുണ്ട്. അതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടൂർണമെന്റ് നടത്തിയേ മതിയാവും.
അത് ഞങ്ങളാരും പോക്കറ്റിക്കല്ലല്ലോ ഇതിൻ്റെ ലാഭം എടുക്കുന്നത്. ഇതിൻ്റെ ചിലവുകൾ ഞങ്ങളാരും 1 രൂപ പോലും ഞങ്ങളാരും ഈ 1-2 മാസം ഇതിന് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചായ പോലും ഞങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ പൈസയുടെ ലാഭം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. ആ കാരുണ്യ പ്രവർത്തനം മുടങ്ങാതിരിക്കാൻ ടൂർണമെന്റ് നടത്തിയാൽ മതിയാവൂ, ഇല്ല യാതൊരു സംശയമല്ല. അപ്പോൾ അതിന് ഞങ്ങൾ ഈ 53ാമത് ടൂർണമെന്റ് പെരിന്തൽമണ്ണയിൽ EMS വിദ്യാഭ്യാസ കോംപ്ലക്സ് നെഹ്റു സ്റ്റേഡിയം വേണ്ട പന്തളി നടത്താൻ ഈ ഭൂമിയിൽ ഒരുപാട്, ഈ ലോകത്ത് ഈ പെരിന്തൽമണ്ണയിൽ തന്നെ ഒരുപാട് ഭൂമികളുണ്ട്. ഏതെങ്കിലും ഒരു ഭൂമിയിൽ കാതർലി ക്ലബ്ബ് ഈ 53ാമത് ടൂർണമെന്റ് നടത്തുകയും ചെയ്യും. ഈ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ആ കാതർലി ക്ലബിന്റെ ടൂർണമെന്റ് ഉണ്ടാവും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണം എന്ന് കാതർലി ക്ലബിന് വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുക. പണയം വെച്ച സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട സംഭവത്തിൽ കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു. ജൂനിയർ ക്ലർക്ക് KB ശ്രീവത്സനെതിരെയാണ് കേസെടുത്തത്. ബാങ്ക് അധികാരികൾ നൽകിയ പരാതിയിലാണ് കേസ്. കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. വേട്ടേക്കര വലിയ കല്ലിങ്കൽ ശങ്കരനാരായണൻ 2025 ഏപ്രിൽ മാസത്തിൽ കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ 36.5 ഗ്രാം സ്വർണം പണയം വെച്ച് 1,60,000 രൂപ വായ്പ എടുത്തിരുന്നു. 2025 സെപ്റ്റംബർ 29 വായ്പ തിരിച്ചടച്ച് സ്വർണം തിരിച്ചെടുക്കാൻ ശങ്കരനാരായണനും ബന്ധുവും ബാങ്കിൽ വരികയും പണം തിരിച്ചടയ്ക്കുകയും ചെയ്തു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്ലർക്ക് സ്വർണ്ണമെടുക്കാൻ ലോക്കർ പരിശോധിച്ചപ്പോൾ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജൂലൈ 14 മാനേജർ ചാർജ് വഹിച്ചിരുന്ന ജൂനിയർ ക്ലർക്ക് KB ശ്രീവത്സൻ സേഫ് റൂമിൽ നിന്നും അനധികൃതമായി ഒരു പാക്കറ്റ് കൈക്കലാക്കി തിരിച്ചു വരുന്നത് നിരീക്ഷണ ക്യാമറയിൽ തെളിഞ്ഞതായി ബാങ്ക് അധികാരികൾ പറഞ്ഞു. തുടർന്ന് ശ്രീവത്സനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും പ്രഖ്യാപിച്ചു. ഇതിനു പിന്നാലെയാണ് ബാങ്ക് അധികാരികൾ നൽകിയ പരാതിയിൽ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത്. 2025 ഏപ്രിൽ മാസത്തിൽ വേട്ടേക്കര വലിയ കരിങ്കൽ തൊടി ശങ്കരനാരായണൻ എന്നയാൾ 36 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുന്നതിന് വേണ്ടി ബാങ്കിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 1,60,000 രൂപ അദ്ദേഹത്തിന് കടമായി നൽകുകയുണ്ടായി. പിന്നീട് 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ശങ്കരനാരായണനും ഒരു ബന്ധുവും ബാങ്കിൽ വന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്ലർക്ക് പണം സ്വീകരിച്ചുകൊണ്ട് റെസീറ്റ് നൽകുകയും സ്വർണ്ണാഭരണം എടുക്കുന്നതിന് ബാങ്കിൻ്റെ സേഫ് റൂമിൽ പോകുകയും ചെയ്തു. അവിടെ പരിശോധിച്ചപ്പോൾ ശങ്കരനാരായണൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരികൾക്ക് അറിയിപ്പ് നൽകി. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് ശ്രീവത്സനെ അന്വേഷണ വിധേയമായി ഉടനടി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാങ്കിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം നടപടികൾ ബാങ്ക് ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നതിനും തെറ്റ് ചെയ്തവർക്ക് കർശനമായ ശിക്ഷ വാങ്ങി നൽകുന്നതിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്നും ഭരണസമിതി ഉറപ്പു നൽകുകയാണ്. കഴിഞ്ഞ 80 വർഷമായി കടമ്പഴിപ്പുറം പ്രദേശത്ത് ജനങ്ങളുടെ ആശ്വാസ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സഹകരണ ബാങ്കിനെ തകർക്കാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ രൂക്ഷമായി വിമർശിച്ച് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ രംഗത്ത് വന്നു. ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ MVU ഒഴിവാക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളോട് പദ്ധതി ജനങ്ങൾക്ക് ഉപകാരമാണെന്നാണ് പറഞ്ഞത്. പ്രസിഡന്റ് മീറ്റിംഗിൽ ഒരു നയവും മാധ്യമങ്ങളോട് വേറൊരു നയവുമാണ് സ്വീകരിച്ചത്. ഏത് നയത്തിൽ ഏതു ഭാഗത്താണ് നിൽക്കുന്നതെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. രാത്രികാല സേവനത്തിന് അമിത ചാർജ് ഈടാക്കിയതിനാലാണ് കർഷക കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി ഇടപെട്ടതെന്നും അവർ പറഞ്ഞു. ഇതിന്റെ പേരിൽ മണികണ്ഠനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. മണികണ്ഠന് കോടതി ജാമ്യം അനുവദിച്ചതായും അവർ പറഞ്ഞു. ജനങ്ങളെ വലയ്ക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി തുടർന്നു പോകാൻ അർഹരല്ലെന്നും ഇവർ പറഞ്ഞു. ഒന്നുകിൽ പഞ്ചായത്ത് അത് ആ പരാതി നമ്പർ ഇട്ടുകൊണ്ട്
പഞ്ചായത്ത് സെക്രട്ടറി ശ്രദ്ധയിൽപ്പെടുത്തി അത് ബോർഡിൽ വെച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തി ഇത് നേരിട്ടിട്ട് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ലംഘനമാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ പദവി ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് ഇത് ഒരു FIR-ലേക്ക് പോകുന്ന നോൺ ക്രിമിനൽ നോൺ അവൈലബിൾ ഒഫൻസിലേക്ക് പോകുന്ന നടപടിയിലേക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് പോലീസിനെ കൊണ്ട് FIR ഇടിക്കുന്നത്. അതിന് പകരം ഏതെങ്കിലും ഒരു കാരണവശാൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിയെന്ന് തന്നെ ഇരിക്കുക, പഞ്ചായത്തിന് ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അവിടുത്തെ ജനങ്ങൾ ആരാണ് ഇതിന് പ്രശ്നക്കാരെന്ന ജനങ്ങളാണ്. ആ ജനങ്ങളെ വിളിച്ചുകൊണ്ട് എന്താണ് പരാതി നിങ്ങളുടെ, അതിൽ ഞങ്ങൾ പഞ്ചായത്ത് ഏത് രീതിയിൽ ഇടപെടാൻ കഴിയും, അല്ലെങ്കിൽ ഇടപെട്ടത് എങ്ങനെയാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം അത് നേരിട്ടിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തി, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്നുള്ള രീതിയിൽ എന്നെ കേസിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സാധാരണക്കാരെ കൂടി ഈ FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായിട്ട് തന്നെ ഈ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ പഞ്ചായത്ത് പ്രസിഡന്റും അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ഭയവും ആശങ്കയും ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്കില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ നേരിടും. ഈ പറയുന്ന ഒരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുള്ള രീതി ഏതാണ് എന്നുള്ളത് ഞങ്ങൾ അവിടെ കോടതിയിൽ ബോധ്യപ്പെടുത്തും. ഇതാണ് എനിക്ക് ഈ സാധാരണ ജനങ്ങളാണെങ്കിൽ സർക്കാർ ഓഫീസായ പഞ്ചായത്ത് കയറിയിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ല, സെക്രട്ടറി ഇല്ല, ജീവനക്കാരില്ല, ഓവർസിയർ ഇല്ല, എഞ്ചിനീയറിംഗിന്റെ ആളുകളില്ല, ഞങ്ങൾക്ക് സേവനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അവരെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരു ടെസ്റ്റ് ഡോസാണ് ഞങ്ങളുടെ കേരളത്തിലെ കർഷക കോൺഗ്രസിന്റെ ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റിനെതിരെ ഇവർ നടത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന്, ആരും അനാവശ്യങ്ങളെ ചോദ്യം ചെയ്ത് പഞ്ചായത്തിലോ സർക്കാർ ഓഫീസിലോ വരാൻ പാടില്ല. ഇനി ഇതാ 2 ലക്ഷം രൂപ ചെലവാക്കി ഓൺ ഫണ്ട് എടുത്ത്, തനത് ഫണ്ട് എടുത്ത്, നാട്ടുകാരുടെ നികുതി പണവും പ്രൊഫഷണൽ ടാക്സും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ തനത് ഫണ്ട്. അതെടുത്ത് ഇനി ഇവിടെ വലിയ ആഘോഷം നടക്കാൻ പോവാ, പഞ്ചായത്തിൽ വികസന ആഘോഷം നടക്കാൻ പോവാ. അതും ചോദ്യം ചെയ്യാൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നാട്ടുകാരുടെ ഇടയിൽ അപവാദ പ്രചരണം നടത്തി ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കുന്ന ഈ ഏറ്റവും താഴെ തട്ടിലുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന നടപടി ഉണ്ടാകുന്നു. അതിനെ ശക്തമായി ഞങ്ങൾ നേരിടും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്ത് കേസ് വന്നാലും ശരി, ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനഴി ഭാസ്കരൻ, INTUC ജില്ലാ സെക്രട്ടറി VN കൃഷ്ണൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P ഗിരീശൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പാതയിലെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി നിള ആശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണമാണ് ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത്. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ സിഗ്നൽ ലൈറ്റ് വരെയുള്ള ഭാഗത്താണ് റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ഗതാഗത നിയന്ത്രണം അറിയിച്ചിട്ടുള്ളതെങ്കിലും ഉച്ചയോടെ തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. മേലെ പട്ടാമ്പി മുതൽ KH വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളും ആരംഭിക്കും. രാത്രികാലങ്ങളിൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചുള്ള പ്രവൃത്തികളാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത ആഴ്ചയോടെ KH വരെയുള്ള പാതയുടെ റബ്ബറൈസിംഗ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പിന്നീട് നിള ആശുപത്രി വരെയുള്ള 1 കിലോമീറ്റർ പാത കൂടിയാണ് നവീകരിക്കാനുള്ളത്. അഴുക്കുചാലുകളുടെ പ്രവർത്തനവും കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കലും ഇതോടൊപ്പം നടക്കും. ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവെക്കാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും റോഡ് പണിക്ക് ഇത് തടസ്സമാവില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പട്ടാമ്പി ഗുരുവായൂർ ജംഗ്ഷനിൽ വീതി കൂട്ടിയുള്ള പ്രവൃത്തികളും നടപ്പാക്കും. ഇതിനായി UP സ്കൂളിന്റെ മതിൽ പൊളിച്ചുമാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനാണ് തീരുമാനം. ഡിസംബറോടെ പാതയുടെ നവീകരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSEB ജീവനക്കാർ പ്രക്ഷോഭത്തിൽ. പട്ടാമ്പി വൈദ്യുതി ഭവന് മുന്നിൽ ജീവനക്കാർ ധർണ നടത്തി. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്
നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന ഭാരവാഹി L. പ്രമോദ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന ഭാരവാഹി L. പ്രമോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. AV ദേവദാസ് അധ്യക്ഷനായി. വിവിധ സംഘടനാ പ്രതിനിധികളായ മുഹമ്മദ് മുസ്തഫ, അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വിളയൂർ പഞ്ചായത്തിലെ പേരടിയൂർ തെക്കുമുറിയിൽ K. കൃഷ്ണൻകുട്ടി സ്മാരക വായനശാല ആൻഡ് സേവന കേന്ദ്രം മുൻ മന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കിടപ്പുരോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തുകൾ മുൻകൈ എടുക്കണമെന്ന് തോമസ് ഐസക് പറഞ്ഞു. പാലിയേറ്റീവ് പ്രവർത്തകരെയും വളണ്ടിയർമാരെയും കൂട്ടിയോജിപ്പിച്ച് പോകാനാവണം. ഔദ്യോഗികമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങും മുമ്പ് വിളയൂർ പഞ്ചായത്തിൽ പ്രവർത്തനം നടപ്പാക്കിയ വ്യക്തിയാണ് കോട്ടയിൽ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി തുടങ്ങിയ വായനശാലയും പാലിയേറ്റീവ് കേന്ദ്രവും വയോജന സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റാനാവണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഗ്രാമീണയും പ്രവർത്തകരും കൂടി ആ LP സ്കൂള്, തൊട്ടടുത്തുള്ള LP സ്കൂള് കേരളത്തിന് മാതൃകയായിരുന്നു. ക്ലാസ് PTA ആദ്യം തുടങ്ങുന്ന അവിടെ നല്ല സ്കൂൾ പത്രം അവിടെ നല്ല തുടക്കം. സ്കൂൾ സഹവാസ ക്യാമ്പ്, താഴത്ത് അധികാരം കിട്ടി. ആ അധികാരം കൊണ്ട് മാമൂലായിട്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാനല്ല, നാടിന്റെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഇടം, സ്പേസ് അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുന്നുണ്ട്. അത് നമുക്ക് സ്വപ്പം കുറവാണ്. ഞാൻ മന്ത്രിയാണെങ്കിൽ പിന്നെ നമ്മൾ അറിഞ്ഞിട്ടല്ലാതെ ഒന്നിറങ്ങാൻ പാടില്ല. അങ്ങനെയാണ് സൗഭാഗ്യ ചിന്ത. KK പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാം. ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു, അതിനൊക്കെ ഇടം കൊടുക്കാം, സ്പേസ്, ജനാധിപത്യ ഇടം കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. വിളയൂർ പഞ്ചായത്ത് അംഗം T. ഷാജി അധ്യക്ഷനായി. പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബൈദ ഇസാഖ്, മുൻ MLA CP മുഹമ്മദ്, മുൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ്, മുൻ എക്സൈസ് കമ്മീഷണർ ജയന്തി വാസൻ, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T. ഗോപാലകൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T. സത്യനാഥൻ, NP വിനയകുമാർ, NP രാമദാസ്, രാജൻ മാടായി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KV ഗംഗാധരൻ, A. സജീവ് കുമാർ, C. ഹരിദാസൻ, O. ശശി, RJ മുസ്തഫ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബും പ്രമുഖ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുമായി ചേർന്ന് 11 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 മണിക്ക് തൊഴിൽമേള K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. 25ഓളം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ SSLC, ഡിഗ്രി, BTech വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. മൾട്ടിമീഡിയ, IT, ബാങ്കിംഗ്, എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, അക്കൗണ്ടിംഗ്, സെയിൽസ് തുടങ്ങി 1000-ലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കും. തൊഴിൽമേളയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്കും കമ്പനികൾക്കും സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ മുഖേനയും മേളയിൽ നേരിട്ടെത്തി സ്പോട്ട് രജിസ്ട്രേഷനും നടത്താവുന്നതാണ്. ഒരാൾക്ക് 5 കമ്പനികളിലേക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇതിനായി 5 സെറ്റ് ബയോഡാറ്റയും 5 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉൾപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നും ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ളവർക്കും മേളയിൽ പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീകൃഷ്ണപുരത്ത് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബ്, ശ്രീകൃഷ്ണപുരത്ത് തന്നെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ടുള്ള GTech കമ്പ്യൂട്ടറും ചേർന്ന് നടത്തുന്ന ഈ ഒക്ടോബർ 11 ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന ജോബ് ഫെയർ, തൊഴിൽമേള ശ്രീകൃഷ്ണപുരത്തെയും പരിസര പ്രദേശത്തെയും അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള
ഒരു വലിയ സാധ്യത ഒരുക്കി കൊടുക്കുകയാണ്. റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. ഒരു വർഷത്തെ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടാണ് റോട്ടറിയുടെ പ്രവർത്തനം നടത്താറ്. അപ്പൊ അതിൽ ജൂലൈ 1 റോട്ടറി വർഷത്തിന്റെ ആരംഭം. അതിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു തൊഴിൽ രഹിതർക്ക് സഹായകരമായിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് തൊഴിൽമേള സംഘടിപ്പിക്കണം. ഒക്ടോബർ 11 നടത്തുന്ന ഈ തൊഴിൽ മേളയിൽ 25-ലധികം കമ്പനികൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC മുതൽ ഹൈ ഗ്രേഡ് നമ്മൾ ബിടെക് ക്വാളിഫിക്കേഷൻ വരെയുള്ള കുട്ടികൾക്കുള്ള തൊഴിലവസരങ്ങളാണ് കൊടുക്കുന്നത്. അത് വിവിധ മേഖലകളിലാണ്. ഇപ്പൊ നമ്മൾ പ്രീ രജിസ്ട്രേഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അന്നത്തെ ദിവസം വരാൻ പറ്റിയില്ലാത്ത ആളുകൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളവർക്കല്ല, ഏത് ഭാഗത്തുള്ളവർക്കും ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന്. കൂടുതൽ വിവരങ്ങൾക്കായി 8921312613 9388183944 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭാരവാഹികളായ ധന്യ വി, ഉണ്ണിയൻ, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് CN സത്യൻ, സെക്രട്ടറി കൃഷ്ണദാസ്, EV വിശ്വനാഥൻ, ഏരിയ കോർഡിനേറ്റർ ബാസിംഗ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി BRC സുനിത അനുസ്മരണം സംഘടിപ്പിച്ചു. BRC ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുൻപ് കടമ്പഴിപ്പുറത്ത് നടന്ന വാഹനാപകടത്തിലാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ സുനിത മരണപ്പെട്ടത്. അത് നമ്മളെ വിഷമിപ്പിക്കുന്നതായി മാറുമ്പോൾ അത് മറക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 വർഷങ്ങൾക്ക് മുൻപേ ഒക്ടോബർ 10 അന്നത്തെ തിരക്കുകളെല്ലാം ഒരുപാട് ഓടി നടന്ന് ചെയ്ത് പൂർത്തിയാക്കി വീട്ടിലേക്ക് ഓടുന്നതിനിടയിൽ വീട്ടിലെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഓടുക. അതോടൊപ്പം തന്നെ BPC NP പ്രിയേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. KRTA ജില്ലാ പ്രസിഡന്റ് P രാഹുൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. S ഷാജി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഓർത്തോ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. രക്ഷിതാക്കൾക്ക് LED ബൾബ് വർക്ക്ഷോപ്പ് പരിശീലന ക്ലാസ് P അനില നയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ, പഞ്ചായത്ത് അംഗം MV അനീഷ്, AEO E രാജൻ, എബിൻ ബേബി, K രാമദാസ്, P ജസീന, PS സിമി, AV കൃഷ്ണപ്രകാശ് എന്നിവർ സംസാരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ നടന്ന ഷൂവേറിൽ പട്ടികജാതി ക്ഷേമ സമിതി ചെറുപ്പശ്ശേരിയിൽ പ്രതിഷേധ സംഗമം നടത്തി. സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ ചിന്തകനുമായ ബിജുമോൻ പന്തീരുകുലം ഉദ്ഘാടനം ചെയ്തു. ചീഫ് ജസ്റ്റിസ് BR ഗവായ്ക്കെതിരെ ഷൂവെറിഞ്ഞത് പരമോന്നത നീതിപീഠത്തോടുള്ള അവഹേളനവും നിന്ദയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. PKS ഏരിയ പ്രസിഡന്റ് M വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K ബാലഗംഗാധരൻ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ്, S കൃഷ്ണകുമാർ, രാജൻ ബേങ്ങാട്രി, V ഉഷ, KP ശശിധരൻ എന്നിവർ സംസാരിച്ചു. ചീഫ് ജസ്റ്റിസായ ഭൂഷൺ രാമകൃഷ്ണൻ ഗവായ് എന്ന് പറയുന്ന മനുഷ്യനെ ദളിതനായതിൻ്റെ പേരിൽ ഈ സാമൂഹ്യമായ നേരത്തെ സൂചിപ്പിച്ച ബാലഗംഗാധരൻ സൂചിപ്പിച്ച പോലെ സനാതന ധർമ്മത്തിൻ്റെ ആളുകൾ ഷൂ എറിഞ്ഞിരിക്കുകയാണ്. എവിടെ വെച്ചാണ് അറിഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ വെച്ച്. ഈ സുപ്രീം കോടതി ഇവിടെ ഇന്ത്യയുടെ സാമൂഹ്യ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും പരമോന്നത നീതിപീഠത്തിൻ്റെ ചീഫ് ജസ്റ്റിസായ ഈ BR ഗവായിക്കെതിരെ നടന്ന ആക്രമണം സ്വാഭാവികമായും ഹൈന്ദവ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ്. ചാതുർവർണ്ണ്യം പുനഃസ്ഥാപിക്കാനുള്ള വളരെ ശക്തമായ ആസൂത്രണം ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചാതുർവർണ്ണ വ്യവസ്ഥ മനുവാദികളുടെ സാമ്രാജ്യമായി ഭാരതം ഇന്ത്യ രാജ്യം മാറാനുള്ള എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് MS കോളേജിൽ MSFന്റെ തോൽവിയെ ചൊല്ലി വിവാദം കത്തുന്നു. KSU SFIക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാനാവില്ലെന്നും നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. SFI വിജയിച്ചത് MSF വോട്ട് ചെയ്താണെന്ന് KSU കോളേജ് യൂണിറ്റ് കമ്മിറ്റി. SFI ജയിക്കാനുണ്ടായ സാഹചര്യത്തിൽ KSU യൂണിറ്റിനോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾക്കോ പങ്കില്ലെന്ന് നേതാക്കൾ. വാണിയംകുളത്ത് മുൻ DYFI നേതാവ് വിനേഷിനെ ക്രൂരമായി ആക്രമിച്ച സംഭവം. 3 DYFI നേതാക്കൾ അറസ്റ്റിൽ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ വിനേഷിന്റെ നില ഗുരുതരമായി തുടരുന്നു. വാണിയംകുളത്തെ അക്രമത്തിൽ പ്രതികളെ തള്ളി CPM. കേസിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ. പാർട്ടി കുടുംബത്തോടൊപ്പം. അക്രമം ക്രിമിനലിസം എന്ന മുൻ MLA PK ശശി.
ആശുപത്രിയിൽ വിനേഷിനെ സന്ദർശിച്ചു. ശബരിമലയിൽ നിന്ന് ചെമ്പുകാച്ചി സ്വർണം എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നപുംസക പ്രയോഗം നടത്തിയ സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കോൺഗ്രസ് പ്രതിഷേധം. സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. ഖാദർലി ക്ലബിന് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ ഇത്തവണ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം വിട്ടു നൽകില്ല. സ്റ്റേഡിയം പ്രീമിയർ ക്ലബിന് അനുവദിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി. നഗരസഭാ ചെയർമാന്റെ നടപടി ഏകപക്ഷീയമെന്ന് ഖാദർലി ക്ലബ്ബ് സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചേരി ഫാറൂഖ്. മലപ്പുറം പാണ്ടിക്കാട് വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡ് തടഞ്ഞ് വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ പിന്മാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.